ചേട്ടാ എന്നാലും എനിക്ക് എന്ത് പറ്റി? രാവിലെ എഴുന്നേറ്റ് കണ്ണും തിരുമ്പി നോക്കുമ്പോ ദേ സമയം 7:30. ഞാനിനി വല്ല സ്വപ്നം കാണണമെന്ന് ആലോചിച്ച് അടുക്കളയിൽ പോയി നോക്കിയപ്പോ ദേ അമ്മ അടുക്കളയിൽ പണിയെടുക്കണേ. കുറെ കാലം കഴിച്ചാണ് ഞാൻ ജീവിതത്തിൽ രാവിലെ 7:30 ഒക്കെ കാണുന്നത് തന്നെ. ഇതിന്റെ ഇടയിൽ ഞാൻ ചുമ്മാ ഒരു കാര്യം ചോദിച്ചു, അമ്മേ പൊമ്മത്തേക്ക് ഒരു ബ്ലാക്ക് ടീ. അടുക്കളയിൽ വന്നിട്ട് ചായ കുടിക്കലാന്ന് പറയാൻ എന്റെ അമ്മയിൽ എനിക്ക് ചായ കിട്ടി. ചേട്ടാ ഇതെന്തൊരു അത്ഭുതം, ഇനി ഞാൻ ശരിക്കും സ്വപ്നത്തിലാണ്. ഹലോ എന്തൊരു പരിപാടി? എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഉണ്ട് കേട്ടാ. അങ്ങനെ ഒരു ഗ്ലാസ് ചായയും പിടിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ദേ വരുന്നു സൂര്യൻ. ഞാനും രാവിലെ ഉദിച്ചു വല്ല സൂര്യനൊക്കെ തമ്മിൽ കണ്ടുകൂട്ടിട്ട് എത്ര കാലായെന്ന് വിചാരം. യൂറോപ്പിൽ പോകണേക്കാളും മുന്നേ എനിക്കൊരു പ്രാന്തുണ്ടായിരുന്നു. വെറുതെ പൈസയും കൊടുത്ത് ചെടികൾ വാങ്ങി വെക്കുന്ന സ്വഭാവം. അങ്ങനെ വാങ്ങി വെച്ചാണ് 2 ഉണക്ക തെങ്ങ്. 3 വർഷം കൊണ്ട് കായ്ക്കുന്നു പറഞ്ഞു വെച്ച തെങ്ങ. വർഷം എത്രയെന്ന് വിചാരം. ഇനി വേറെ എടുത്തിട്ടുണ്ട്, കാണിച്ചു തരാം. വേറൊരു ഓളത്തിൽ വാങ്ങി വെച്ചതാ ഈ റംബൂട്ടാൻ. അവനും എന്നെ ചതിച്ചു. അങ്ങനെ ചായ കുടിച്ചു കഴിഞ്ഞ് നോക്കുമ്പോ ദേ ഇരിക്കണം ഇന്നലെ വെട്ടി വെച്ച വാഴക്കൊല. അതിന്റെ സൈഡിൽ ഒരു ബോൺമീറ്റ്. ഈ ബോൺമീറ്റ് എന്താ നിലത്ത് വെച്ചിരിക്കണം നിങ്ങൾ വിചാരിക്കരുതിട്ടാ. അതിന്റെ ഉള്ളിൽ അമ്മേരെ സോപ്പും പൊടിയാ. രാവിലെ നേരത്തെ എന്നിട്ട് വലിയ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തോണ്ട് വീടിന്റെ ഉമ്മർത്ത് വന്നിരുന്നപ്പോ ദേ പോണൊരു സ്കൂൾ ബസ്. അതൊക്കെ കാണുമ്പോഴാണ് മനസ്സിനൊരു സുഖം. എനിക്ക് സ്കൂളിൽ പോകണ്ടല്ലോ. എന്ത് സുന്ദരമായ ജീവിതമാണല്ലോ എന്റെ. അങ്ങനെ ദേ അമ്മയുടെ പണികളൊക്കെ കഴിഞ്ഞ് അമ്മ ജോലിക്ക് പോകാറായിട്ടാ. അമ്മ പോയതിന്റെ പിന്നാലെ ദേ പോണ ഒരു JCB. ഇത് കണ്ടാ മാത്രം എന്താണെന്ന് അറിയില്ല, ചുമ്മാ നോക്കിയിരിക്കാൻ തോന്നും. അങ്ങനെ അമ്മ പോയി കഴിഞ്ഞപ്പോ ഇനി സ്വല്പം റെസ്റ്റ് എടുക്കാൻ കിടന്നപ്പോ ദേ വരുന്ന അടുത്ത ശല്യങ്ങൾ. എനിക്ക് അറിയാൻ പാടത്തോണ്ട് ചോദിക്കുക, നിങ്ങൾക്ക് ഇത് എന്ത് സുഖമാണ് കിട്ടണേ? ഒരു ടീം വലത്തോട്ട് പോയി കഴിഞ്ഞാൽ അപ്പ പോവും, അടുത്ത ടീം ഇടത്തോട്ട്. നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ മനസ്സേ തട്ടി പറയാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. അപ്പൊ ശരിട്ടാ.